ഹലോ ടീംസ്, ഉഷാറല്ലേ എല്ലാവരും? അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ആളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സ്പെഷ്യൽ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്നെയും അജ്മലിനെയും പല ആളുകളും പരിചയപ്പെട്ടുകൊണ്ടിരിക്കില്ല. അതേപോലെ നിങ്ങൾ പരിചയപ്പെടേണ്ട ഒരാൾ കൂടെ ഉണ്ട്. ഞാനും അജ്മലും മാത്രമല്ല വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, ഞങ്ങളൊപ്പം മൂന്നാമനായിട്ട് ഒരാൾ കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ സഹയാത്രികൻ, നമ്മുടെ ഗാഡി. അപ്പം ഈ ഗാഡീനെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പരിചയപ്പെടണേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ 9-10 മാസമായിട്ട് റോഡ് ട്രിപ്പ് എന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ഇതാണല്ലോ ഞങ്ങളുടെ സെക്കൻഡ് ഹോം എന്ന് പറയുന്ന സംഭവം. അപ്പം ഒരു കാർ ട്രിപ്പ് എന്ന് പറയുമ്പം ഇത്രയും ലോങ് ഡേയ്സിൽ നമ്മൾ പോകുന്ന സമയത്ത് എന്തൊക്കെ ആയിരിക്കാം ഒരു വണ്ടിയിൽ വെക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ കുത്തി കൊള്ളിക്കേണ്ടി വരും. കാരണം നമ്മൾ ഇതിലാണല്ലോ ജീവിക്കുന്നത്, ഇതിൽ കിടന്ന് ഉറങ്ങുന്ന വരെ ഉണ്ട്. അപ്പം അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ ഇത് കാണിക്കാൻ ഒരു മെയിൻ കാര്യം കൊണ്ടുണ്ട്. അത് ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എക്സാമ്പിളിലൂടെ പറഞ്ഞാലാണ് ഈസി ആയിട്ട് മനസ്സിലാവുക. ഇപ്പം നമ്മളൊരു കോളേജിലൊക്കെ പഠിക്കാൻ പോവുകയാണെങ്കിൽ, ഹോസ്റ്റൽ ലൈഫൊക്കെ തുടങ്ങാൻ പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പോവാറ്? ഒരു ബാഗ് അല്ലെങ്കിൽ മാക്സിമം 2 ബാഗായിട്ടാണ് കോളേജിലേക്ക് പോവുക. എന്നാൽ നമ്മൾ 4 വർഷത്തെയോ 3 വർഷത്തെയോ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരിക അങ്ങനെയാണോ? ഒരിക്കലുമല്ല. ഞാൻ എൻ്റെ 4 വർഷം കോളേജ് കഴിഞ്ഞ് വരുന്ന സമയത്ത് എന്നെ വിളിക്കാൻ വന്ന എൻ്റെ അമ്മയും എൻ്റെ കസിൻ ബ്രദർ രാധുവേട്ടനും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചിരിക്കുന്നുണ്ടാവും. ഒരു ഡോളടക്കം ഞാൻ മിസ്സാക്കിയിട്ടില്ല. എല്ലാം ഓർമ്മയെന്ന് പറഞ്ഞ് കുത്തി കേട്ടിട്ടാണ് ഞാൻ വന്നത്. ഞാൻ മാത്രമല്ല കേട്ടോ, ബാക്കി എല്ലെണ്ണവും അങ്ങനെയായിരുന്നു. എല്ലെണ്ണം കണക്കരുത്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇതിലപ്പുറമായിരുന്നു. ഇപ്പോൾ അവരൊക്കെ ഇത് കാണുന്നുണ്ടാവും, അതൊക്കെ ആലോചിച്ച് ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിപ്പോൾ നമ്മൾ കോളേജിൽ മാത്രമല്ല കേട്ടോ, നമ്മൾ എവിടെയെങ്കിലും പഠിക്കാൻ പോവുകയാണെങ്കിൽ മാത്രമല്ല, നമ്മൾ വർക്ക് ചെയ്യാൻ പോവുകയാണെങ്കിലൊക്കെ നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസം അവിടെ താമസിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം സാധനങ്ങൾ വാങ്ങി കൂട്ടുക, മാക്സിമം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഇത് മാത്രമല്ല, ഈ സാധനങ്ങളൊന്നും നമ്മൾ ഉപേക്ഷിക്കില്ല, എങ്ങനെ വന്നാലും ഉപേക്ഷിക്കില്ല. എല്ലാ സാധനമായിട്ടേ നമ്മൾ നടക്കുള്ളൂ. തിരിച്ചു വരുമ്പോൾ എല്ലാ സാധനവും നമ്മൾ കൊണ്ടുവന്നിരിക്കും. അതാണ് സ്പെഷ്യാലിറ്റി. അപ്പോൾ ആ സ്വഭാവമൊക്കെ ഏറ്റവും അധികമുള്ള ഒരാളായിരുന്നു ഞാനും. അപ്പം ഈ യാത്ര തുടങ്ങുമ്പോൾ പക്ഷെ അങ്ങനെ ആക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ അങ്ങനെ ആക്കാൻ പറ്റൂല എന്നാണ് ആദ്യം ഞാൻ തിരിച്ചറിഞ്ഞ കാര്യം. കാരണം നമ്മുടെ ഫസ്റ്റ് ഇൻട്രോ വീഡിയോ കാണാത്തവർ അത് ചാനലിൽ ചെന്ന് നോക്കിയാൽ കാണാം. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇതിൽ പാക്ക് ചെയ്യുന്ന സാധനങ്ങൾ ഫുള്ള് വണ്ടിയിൽ നിരത്തി വെച്ചിട്ട് ഞാനൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഒരു വീഡിയോ ഉണ്ട്. അപ്പം അത്രയും സാധനങ്ങൾ വിത്ത് 2 സൈക്കിൾ അവിടുന്ന് കയറ്റിയിട്ടാണ് വന്നത്. പക്ഷേ ഈ 3 മാസം എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ തന്നെ പല കാര്യങ്ങൾ തിരിച്ചറിയും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് പോരാ, നമുക്ക് കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടി, കാറിൽ ലൈഫ് ഈസി ആക്കാൻ വേണ്ടി ഇന്ന സാധനം ആഡ് ചെയ്യണം, ചിലത് ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പല തോട്ടും വഴിയുന്നുണ്ടാവുന്നൊക്കെയും നമ്മൾ കുറേ സാധനങ്ങൾ ആഡപ്പ് ചെയ്യുകയും ചെയ്തു. പിന്നെ ഇപ്പോൾ ആസാമിൽ നമ്മൾ കുറച്ചധികം നിന്നല്ലോ. അപ്പം നമ്മൾ ആമസോണിലൂടെയും ഒരു വണ്ടെന്തോ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നു. അപ്പോൾ ആമസോണിലൂടെയും നമ്മൾ കുറേ സാധനങ്ങൾ വരുത്തി. ചില സാധനങ്ങൾ നമുക്ക് ഒട്ടും വേണ്ടാന്ന് ഉറപ്പ് വന്നതൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത സാധനങ്ങൾ നമ്മൾ കേരളത്തിലേക്ക് വീട്ടിലേക്ക് കൊറിയർ ചെയ്തു. പിന്നെ കുറേ സാധനങ്ങൾ നമ്മൾ കൊടുത്തൊഴിവാക്കി. ഇങ്ങനെയാണ്. എന്നാലും ഇപ്പോഴും സാധനങ്ങൾ ഫില്ല് ചെയ്തു, കുറേ സാധനങ്ങൾ പുതുതായി ഫില്ല് ചെയ്തു. അപ്പം ഇന്നത്തെ വീഡിയോയിൽ മെയിൻലി ഈ ഇന്നോവ വണ്ടിയിൽ എത്ര സ്ഥല സൗകര്യങ്ങളുണ്ട്, അതിൽ നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് ലോഡ് ചെയ്ത് കുത്തിക്കയറ്റി നിറച്ച് യാത്ര ചെയ്യുന്നത്, അത് കാണിക്കാം. പിന്നെ അതുകൂടാതെ പല വീഡിയോൻ്റെ തുടക്കത്തിലും അവസാനത്തിലും ഞാൻ പറയാറുണ്ട്, ഈ പമ്പിലാണ് ഞങ്ങൾ ഇന്ന് കിടന്നത്, ഈ പമ്പിൽ നിന്നാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. പക്ഷെ എങ്ങനെയാണ് കിടക്കുന്നതെന്ന് ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ അതുകൂടെ ഒരു ഡെമോ കാണിച്ചു തരാം. കാരണം അവിടുന്ന് രാവിലെ മേ ബി എടുക്കാൻ പറ്റണമെന്നില്ല. അപ്പം ഇന്നിപ്പോൾ ഞാനിത് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് വണ്ടിയിൽ എങ്ങനെയാണ് നമ്മൾ സാധാരണ കിടക്കാറ്, എന്തൊക്കെ സൗകര്യങ്ങൾ ചെയ്യാറുണ്ട്, പിന്നെ അതുകൂടാതെ നമ്മൾ എന്തൊക്കെയാണ് നോക്കാറ്, ഒരു വണ്ടിയിൽ രാത്രി സേഫായിട്ട് കിടന്നുറങ്ങണമല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾ കട്ട് ചെയ്യാണ്ട് കാണുക. കണ്ടു കഴിയുന്നതിൻ്റെ ഇടയ്ക്ക് എപ്പോൾ ഇഷ്ടം തോന്നിക്കഴിഞ്ഞാലും ഇതേ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ഞങ്ങളെ ടീമിൻ്റെ ഒപ്പം കൂടിക്കോ. അപ്പം എല്ലാവരെയും, പുതുതായി ഇത് കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ടീമിൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സ്പേസ് എന്ന് പറയുന്നത്, മെയിൻ സ്പേസ് എന്ന് പറയുന്നത്
ഒന്ന് ഈ ഫ്രണ്ടിലെ ഈ പറയുന്ന ചെറിയ സ്പേസാണ്. ഇവിടെ 2 കമ്പാർട്ട്മെൻറ്റാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ കമ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നതിൽ AC വെൻ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ സാധാരണ 2 ബോട്ടിൽ വെള്ളമാണ് ഇതിൽ വെക്കുന്നത്. കാരണം നല്ല തണുത്ത വെള്ളം നമുക്ക് ഇതൊന്ന് കുടിക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഇതിന് എന്താ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇതിനൊരു കീ ഉണ്ട്. അപ്പം നമ്മൾ ഇതിൽ ബുക്കും കാര്യങ്ങളും പിന്നെ അത്യാവശ്യം നമ്മൾ എവിടേക്കൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ഒക്കെ ആണെങ്കിൽ നമ്മൾ നമ്മുടെ പേഴ്സൊക്കെ ഇതിലിട്ട് കഴിഞ്ഞാൽ ഇത് കീ ഇട്ട് പൂട്ടി വെച്ചിട്ട് ആ കീയും കൊണ്ട് പോകാൻ പറ്റും. അപ്പം ഇങ്ങനൊരു സംവിധാനം നമ്മളിതിൽ ചെയ്യുന്നുണ്ട്. അപ്പം ബാക്ക് സെക്ഷനിൽ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഇതാ ഇന്നോവക്ക് ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു ഹോൾഡർ ഉണ്ട്. അത് ഇതാ ഈ സീറ്റിനുണ്ട് കേട്ടോ, 2 സീറ്റിനും ഇങ്ങനൊരു ഹോൾഡർ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതായത് ഇവിടെ താഴെ ഒരു ചാർജിങ് പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എന്ത് വെച്ചാൽ ഒരു എക്സ്റ്റൻഷൻ കോഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ രാത്രി യൂസ് ചെയ്യുന്ന ഫാൻ രാത്രി ആവുന്നതിന് മുമ്പ് നമ്മൾ അത് റീചാർജ് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഈ 2 സീറ്റും ഈ 2 സീറ്റിന് അടിയിലും പിന്നെ ഇതാ ഈ സ്പേസില്ലേ, ഇപ്പോൾ ഈ സ്പേസ് എന്ന് പറഞ്ഞാൽ അജ്മലാണ് ഡ്രൈവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അജ്മൽ ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഇത് ഫുൾ ബാക്കോട്ട് ഇടും. ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നത് വെച്ചാൽ കണ്ടോ ഇതിപ്പോൾ മാക്സിമം ഫുള്ളിലായിരിക്കും, ഇവിടെ സ്പേസ് കൂടുതൽ. അപ്പോൾ ഇവിടേക്ക് കറക്റ്റ് സ്പേസ് വരുന്ന രീതിയിൽ 4 ബാഗ് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലാണ് നമ്മുടെ കുക്കിംഗ് സ്റ്റോറേജ് ഐറ്റംസ് ഒക്കെ വെക്കുന്നത്. പിന്നെ ഇതിൻ്റെ അടിയിൽ വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിവിടെ നമുക്കിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്കതാ ഇങ്ങനെ പൊക്കാം. അപ്പം ഇതിൻ്റെ അടിയിലും നമുക്ക് ആ ബാഗ് വെക്കാൻ സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിലെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ ഗ്യാസ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ കുക്കിങ്ങിന്, അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ കുറ്റി സിലിണ്ടേഴ്സ് സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ വെക്കുന്ന സമയത്ത് കാണിച്ചു തരാം. നമ്മളുടെ കുറ്റിയില്ലേ, ഗ്യാസ് കുറ്റികൾ ഈ സീറ്റിൻ്റെ താഴെ വെക്കുക. അത് സ്റ്റോക്കിന് കുറച്ചധികം കുറ്റിയുണ്ട്, അത് ആ സീറ്റിൻ്റെ താഴെ വെച്ചിട്ടാണ് മാക്സിമം ചൂട് കുറവായിരിക്കണം ഇതിൽ തട്ടാൻ. അപ്പം അതുകൊണ്ട് ഇത് ഈ സീറ്റിൻ്റെ താഴെയാണ് വെക്കുക. ഡിക്കീൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇത്രയും സ്പേഷ്യസ് ആണ് നമ്മുടെ ഡിക്കി. കാണുമ്പോൾ ഭയങ്കര സ്ഥലമുണ്ട്, റിയൽ ആയിട്ടും നല്ല സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്നോവക്ക് ബാക്കിൽ 3 സീറ്റ് ഉണ്ട്. അതായത് ഒരുമിച്ചുള്ള ആ 7 സീറ്റിൻ്റെ 3 സീറ്റ് ബാക്കിൽ അത് നമ്മൾ ഊരി മാറ്റി വീട്ടിൽ വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇത് കൂടാതെ എക്സ്ട്രാ ഒരു സ്പേസ് നമ്മൾ എടുത്തു എന്ന് പറയുന്നതാണ് ഈ മേലുള്ള കരിയർ ബോക്സ്. അതും ഞാനിപ്പോൾ കാണിച്ചുതരേ. അപ്പോൾ ഇതിൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഞാനാണ് കയറുന്നതെന്ന് വെച്ചാൽ ഇതാ ആദ്യം നമ്മൾ ഇവിടെ കാല് വെക്കുന്നു, പിന്നെ ഇവിടെ കാല് വെക്കുന്നു. അപ്പം എനിക്കിത് ഇങ്ങനെ കൈയിടാം, പക്ഷെ എത്തൂല. അപ്പം ഞാൻ സീറ്റിലേക്കും കൂടെ കാല് വെക്കുന്നു, കയറുന്നു. കണ്ടോ? അപ്പം ഇനി എനിക്ക് എല്ലാ സാധനങ്ങളും തൊടാനും അറേഞ്ച് ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമാണ്. എന്നിട്ട് നമ്മളിങ്ങനെ എടുത്തിറങ്ങുന്നു. ഇത് ഇത് 2 സൈഡിൽ നിന്നും ലോക്ക് ആൻഡ് കീ സിസ്റ്റം ഉണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ എപ്പോഴും തുറക്കുന്ന സാധനങ്ങൾ അവിടെ വെക്കാറില്ല. ഡ്രസ്സൊക്കെ ആണെങ്കിൽ സ്റ്റോക്കാണ് അവിടെ വെക്കാറ്. ഡെയിലി നമ്മളിപ്പോൾ ഒരു ഹോട്ടലിലേക്ക് പോകുമ്പോഴും ഒരാഴ്ചത്തേക്ക് എടുക്കാനുള്ള ഒരു 5-6 ജോഡി ഡ്രസ്സ് എപ്പോഴും നമ്മുടെ ചെറിയ ബാക്ക് പാക്കിൽ വെച്ചിട്ട് താഴെ തന്നെ വെക്കും. ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഏതൊരു സാധാരണക്കാരൻ്റെയും വണ്ടി ഉള്ള ആളുടെയും വണ്ടി ഇല്ലാത്ത ആൾക്കും ഒക്കെ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഇന്നോവ. കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ടാക്സി ഓടുന്ന വെഹിക്കിൾ ഏതാ? ഇന്നോവ. അപ്പോൾ ഏതൊരാളും ഇപ്പോൾ എവിടേക്കെങ്കിലും ഒരു വണ്ടി വിളിക്കുകയെന്ന് വിചാരിക്കുക, ഒരു 7 സീറ്റർ ആയതുകൊണ്ട് തന്നെ ഒരു ഫാമിലി ട്രിപ്പ്, ഒരു കല്യാണത്തിനോ അങ്ങനെ എങ്ങനെയാണെങ്കിലും ഒരു ഇന്നോവ ആയിരിക്കും ആദ്യം തോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നോവ കാണാത്ത ആളുകൾ ഉണ്ടാവില്ല, പക്ഷെ കയറാത്ത ആളുകളും കുറവായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈസിലി റിലേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ. കാരണം ഇത്രയും സൗകര്യമോ ഇന്നോവ മതിയല്ലോ ഒരു ട്രിപ്പ് പോകാമെന്നുള്ളത് മനസ്സിലാക്കി തരാൻ കൂടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാവരുടെയും ഇഷ്ടവാഹനമായ ഇന്നോവ ക്രിസ്റ്റയിലാണ് നമ്മൾ പോന്നിരിക്കുന്നത്. നമ്മളത് ഓട്ടോമാറ്റിക്കാണ്, അതുകൊണ്ട് തന്നെ കുറച്ചൊരു സുഖ സൗകര്യമായിട്ട് നമുക്ക് ഓടിക്കാം, അത് വേറെ കാര്യം. അപ്പം ഞാൻ എന്തായാലും ആ ഫീച്ചേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഈവനിങ് ടൈമിൽ ഈ കാറിനകത്ത് നമ്മൾ എങ്ങനെയാണ് കിടക്കുക, അതിന് എന്തൊക്കെ അറേഞ്ച്മെൻറ്റ്സാണ് ചെയ്യാമെന്നാണ്. അപ്പോൾ ആദ്യത്തെ കാര്യം ഈ ഹെഡ് റെസ്റ്റ് നമ്മളെടുത്ത് മാറ്റും. അപ്പോൾ അതിന് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, അത് പിടിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊങ്ങിപ്പോരും. ഇതെടുത്ത് ഊരിയിട്ട് നമ്മൾ മാറ്റും. അതേപോലെ ഇതിൻ്റെ ഹെഡ് റെസ്റ്റ് മാറ്റണമെന്നില്ല, ഇത് അപ്പോൾ ഇതിങ്ങനെ നമ്മൾ സ്ലാൻഡിങ് പൊസിഷനിലാക്കും. അത് കഴിഞ്ഞിട്ട് ഈ സീറ്റ് മാക്സിമം മുന്നോട്ട് പോകും. കണ്ടോ, ഇതൊരു ബെഡായി. ഇനി നമ്മളൊരു ക്വിൽറ്റ് വാങ്ങിയിട്ടുണ്ട്, 2 ക്വിൽറ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഏകദേശം 300 GSM-ൻ്റെയാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ വിരിക്കും. പിന്നെ ഒരു കുഞ്ഞി തലണുണ്ട്, ഇത് വെക്കും.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കിടക്കുന്നത്. പിന്നെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസ് ആണ്. അധികം നമ്മൾ ഈ പെട്രോൾ പമ്പിലൊക്കെ നിർത്തുമ്പോൾ 24/7 ആവും, ഭയങ്കര ലൈറ്റ് അടിക്കും ഈ പെട്രോൾ പമ്പിലൊക്കെ നിർത്തും. അപ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. അതിനാണ് ഇങ്ങനെ ഒരു ആമസോണിൽ നിന്ന് നമ്മളൊരു സാധനം വാങ്ങിയത്. ഇങ്ങനെയാണ് നമ്മൾ കാറിന്റെ അകം ഒരു ബെഡ്റൂം ആക്കി മാറ്റുന്നത്. അപ്പൊ നമ്മളുടെ കാറിൽ കയറാൻ പോകുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ. അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ ഇതേ ലോഡ് ചെയ്തു. കണ്ടില്ലേ, ആ സാധനം ഫുള്ള് കയറ്റി വെച്ചു. ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഡിക്കിയിൽ ആദ്യം അജ്മലിൻ്റെ യെല്ലോ സൈക്കിൾ കയറ്റി, അത് കഴിഞ്ഞ് എൻ്റെ ഓറഞ്ച് സൈക്കിൾ കയറ്റി. ഇപ്പം ഞാൻ നേരത്തെ കിടക്കുമ്പോൾ കാണിച്ചു തന്നില്ലേ, ക്വിൽറ്റ് ഇട്ടിട്ടാണ് കിടന്നതെന്ന് സീറ്റിൽ. അങ്ങനത്തെ ഒരെണ്ണം ഇത് 2 കുട്ടി പില്ലോസ്. ഇത് വളരെ അർജൻറ്റായിട്ട് ഇടയ്ക്ക് നമുക്ക് ആവശ്യം വരുന്ന ഒരു കൊതു ബാറ്റാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. പിന്നെ വെള്ളം നമ്മൾ ഇവിടെയാണ് വെക്കുക. ഇപ്പോൾ ഇത് കാലിയാണ്, ഇത് ഇനി റീഫില്ല് ചെയ്യണം. പിന്നെ നമ്മുടെ ഹെൽമെറ്റ്സ്. പിന്നെ ഇങ്ങനത്തെ ബാഗ് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നമ്മളെ ഷൂസൊക്കെ ഇതാക്കുക. ഈ സംഭവമാണ് നമ്മുടെ കുക്കിംഗ് ഗ്യാസ്. കണ്ടില്ലേ, ഈ കുക്കിംഗ് ഗ്യാസ് പോർട്ടബിൾ ഗ്യാസ് സ്റ്റൗ കൂടെ നമ്മൾ ഈ സൈഡിൽ ഇവിടെ ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും ഫില്ല് ചെയ്ത് വണ്ടിയിൽ ഇടയിൽ ഫാൻ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ രാത്രി യൂസ് ചെയ്യുന്ന ഫാനാണ്. ഇത് ഒരെണ്ണം മാത്രമല്ല, പിന്നെ അതിങ്ങനെ ഒരു ചെറിയ ഫാൻ ഉണ്ട്. ഈ ഫാൻ ഇവിടെ ഇങ്ങനെ ഒരു ക്ലിപ്പാണ്. അത് നമ്മളിതാ ഇവിടെ ക്ലിപ്പ് ചെയ്തിട്ട് നമ്മളിങ്ങനെ കിടക്കുമ്പോൾ ഉള്ള രീതിയിൽ ഇങ്ങനെയാണ് വെക്കുക. 2 ഫാനാണ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന ഫാൻ. പിന്നെ കിച്ചണിൻ്റെ സാധനങ്ങൾ നമ്മൾ ഇതിന് മാച്ച് ചെയ്തൊരു ബാഗ് വാങ്ങിയെന്ന് പറഞ്ഞില്ല, അതാണ് ഇതേ ആ കാണുന്ന ബ്ലൂ ബാഗ്. ഇതിലൊക്കെയാണ് നമ്മളെ ഫുഡ് സ്റ്റോക്ക് ഐറ്റംസ് ഉള്ളത്. പിന്നെ ഇങ്ങനെ സൈഡിൽ വെക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൗത്ത് വാഷ്, പിന്നെ നമ്മുടെ ബ്രഷ്, പേസ്റ്റ്. കാരണം പമ്പിലൊക്കെ കിടക്കുന്ന സമയത്ത് നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ ക്യുക്കായിട്ട് നമുക്ക് എന്നും വേണ്ട കാര്യമാണ് ഇത്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ ഷാമ്പൂ, കണ്ടീഷണർ, ഹെയർ ഓയിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ബാഗിലുള്ളത്. പിന്നെ ഇതൊരു കുഞ്ഞ് നമ്മുടെ ഹാൻഡ് കാറ്റ് കിട്ടുന്നുണ്ടോ. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വണ്ടിയിൽ അറേഞ്ച് ചെയ്തത്. അപ്പോൾ ബാക്ക് ഫുള്ളാണ്. രാത്രി കിടക്കാൻ നേരം ഈ സാധനങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് മാറ്റിയിട്ടാണ് നമ്മളിവിടെ ആ ബെഡ് അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത്. ഇനി ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഡ്രൈവർ സീറ്റിൻ്റെ അവിടെ വെക്കുന്നത് സാനിറ്റൈസർ ഉണ്ടാവും എപ്പോഴും. പിന്നെ ഒരു കപ്പ്, ഇത് എൻ്റെ കപ്പാണ്, ഓറഞ്ച് കളർ. ഇത് നല്ലതാണ് കേട്ടോ, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കപ്പാണ് വിത്ത് ടോപ്പാണ്. കണ്ടോ, ഇതിനിങ്ങനെ ഒരു ടോപ്പൊക്കെ ഉള്ള നല്ലൊരു കപ്പാണ്. ഇത് എൻ്റെ ഓറഞ്ച് കപ്പ്. അജ്മലിന് ഇതിൻ്റെ യെല്ലോ ഉണ്ട്. പിന്നെ ഒരു ക്ലീനിങ് ക്ലോത്ത്, പിന്നെ ഫയർ എക്സ്റ്റിങ്ക്വിഷർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു വേസ്റ്റ് ബിൻ വെക്കുമെന്ന് പറഞ്ഞില്ല, അതാണ് ഇത് കേട്ടോ. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയത്. വളരെ ഉപയോഗം കേട്ടോ. കണ്ടില്ലേ, നമുക്ക് വാഷ് ചെയ്യാൻ നമുക്ക് പറ്റും. ഇതിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക്കാണ്. ഇതെപ്പോഴും നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ വെക്കും. ഇതിൽ ബാഗ്സ് ഒക്കെ വെച്ചു. ഇതിൽ ബാഗ് വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അജ്മൽ ആണ് ഇതൊക്കെ വെച്ചെന്നത്. പിന്നെ ഇത് നമുക്ക് ഇങ്ങനത്തെ വലിയ ബാഗില്ലേ, ഇങ്ങനത്തെ 5 എണ്ണം വരിക്ക് വെക്കാനുള്ള 500 ലിറ്ററിൻ്റെ കപ്പാസിറ്റിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിലിപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ബാഗ്സ്, പിന്നെ ഇതാ നമ്മുടെ മെഡിക്കൽ കിറ്റ്, പിന്നെ ഗോപ്രോൻ്റെ സാധനങ്ങൾ, ടെൻറ്റ്, പിന്നെ ടിഷ്യൂവിൻ്റെ ഇതേപോലത്തെ വലിയ ബാഗ്സ് ഉണ്ട് നമ്മളതിൽ, അത് വെച്ചിട്ടുണ്ട്. പിന്നെ സാധനങ്ങൾ നമ്മൾ വെക്കുന്നുള്ളൂ. ഇനിയും സ്പേസ് ഉണ്ട്, പക്ഷേ ബാക്കി സാധനമൊക്കെ നമുക്ക് താഴെ തന്നെ വേണ്ടതുകൊണ്ട് നമ്മളതൊക്കെ താഴെ തന്നെയാണ് കീപ്പ് ചെയ്യാറ്. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ കാർ കാഴ്ചകൾ. അപ്പൊ നമ്മുടെ ഇന്നോവയെ എല്ലാവരും പരിചയപ്പെട്ടല്ലോ, നമ്മുടെ യാത്രികനായ നമ്മുടെ ഗാഡിയെ എല്ലാവരും പരിചയപ്പെട്ടല്ലോ ഡീറ്റെയിൽ ആയിട്ട്. അപ്പം ഇത് ഒരു ഇന്നോവയിൽ എത്ര സിമ്പിളായിട്ട് നമുക്ക് ഒരു മോഡിഫിക്കേഷനോ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് എങ്ങനെ എത്ര ദൂരം വേണമെങ്കിലും എത്ര ദിവസം വേണമെങ്കിലും യാത്ര ചെയ്യാന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഈ ചാനലില് മുമ്പത്തെ വീഡിയോസ് നേപ്പാളിന്റെ ഫുൾ സീരീസ് കണ്ടാൽ അറിയാം നമ്മുടെ ഈ വണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്തതിന്റെ എല്ലാ കാര്യങ്ങളും. അപ്പൊ അതിന്റെ ലിങ്ക് ഇതേ ഞാൻ മേലെ കൊടുക്കാം, കാർഡ് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതില് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഈ വീഡിയോ ഈ വണ്ടിയുടെ സ്പേസും നമ്മുടെ വണ്ടിയിലെ സാധനങ്ങൾ അറേഞ്ച് ചെയ്യുന്നതും നമ്മൾ വണ്ടിയിൽ കിടക്കുന്ന കാര്യങ്ങളും ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ
നമ്മുടെ ചാനലിൽ നമ്മൾ അരുണാചൽ പ്രദേശിൽ എത്തിയ വീഡിയോസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ബോംദില്ലേന്ന് നേരെ തവാങ്ങിലെത്തി, തണുത്ത് വിറച്ച് തവാങ്ങിലെത്തിയ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ഇതേ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണുക. അപ്പൊ ഇനി വരുന്ന അരുണാചൽ പ്രദേശ് വിശേഷങ്ങളിലും നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ഡ്രൈവിംഗ് കാര്യങ്ങളും നമ്മള് റുട്ടീൻസും ഒക്കെ കാണാൻ പറ്റും. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരു കറക്റ്റ് ഐഡിയ ഇപ്പൊ നമ്മുടെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ, ട്രാവൽ ലൈഫ് സ്റ്റൈലിനെ പറ്റി മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതേ നമ്മള് യാത്ര ചെയ്യുമ്പോ ഇതാ ഈ സംഭവം പിടിപ്പിച്ചതിന്റെ ഒരു ഉപകാരം എന്ന് പറയുന്നത് നമുക്കിങ്ങനെ നല്ല വീഡിയോസ് ഒക്കെ വലിയ സ്ക്രീനിൽ കണ്ടുപോകാൻ പറ്റും കേട്ടോ. അപ്പൊ ഇത് ഓൾറെഡി ഇൻബിൽഡ് ആയിരുന്നില്ല, ഇത് പുറത്തുനിന്ന് എക്സ്ട്രാ ചെയ്ത സിസ്റ്റമാണ്. ആൻഡ് ഇപ്പൊ ഒരു കാര്യം പറയാനുള്ളത്, ഇതാ നമ്മൾ 1.09 ആയിരിക്കുന്നു. അപ്പൊ നമ്മുടെ ടീം ഇപ്പൊ 1000 പേരും കടന്ന് കുതിച്ച് മുന്നോട്ട് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ അറിയിക്കുന്നു. ഓക്കെ, ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇത് കണ്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഇത് പുതുതായി കാണുന്ന ആളുകൾ ഇത് ഇപ്പം തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ഞങ്ങളൊപ്പം കൂടിക്കോ. നമ്മൾ ആസ് എ ടീം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.